സ്വയം ഒഴിഞ്ഞു പോകുന്നതല്ലേ? ആ, അപ്പൊ ഇനി എന്താ വേണ്ടേ? അല്ല, എന്താ ശാരീര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ? അതൊന്നും പറഞ്ഞില്ല. അതിനകത്ത് എന്താ ഉള്ളത്? അതെന്താ അങ്ങനെ വന്നേ ഉണ്ണി? ഉണ്ണിയുടെ നക്ഷത്രം പറയും എന്നിട്ടുണ്ടേ. അപ്പൊ ആരുടെ വിൽക്കണ്ടേ? രണ്ടുപേരുടെയും കുഴപ്പമില്ല. എന്തോരുണ്ട് മണ്ണൊന്ന്? അതെങ്ങനെ മുറിച്ച് തുണ്ടുണ്ടാക്കി കൊടുക്കോ? അത് മൊത്തമായിട്ടോ? അല്ല, ഏതാ ഉണ്ണിക്ക് ലാഭം എന്ന് ചോദിച്ചു. മനസ്സിലായി. അല്ല ഉണ്ണി, 40 പിടി മണ്ണും കൂടി ഒരുമിച്ച് വാങ്ങാൻ ഒരു ഉണ്ണി വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. മനസ്സിലായില്ല. 40 പിടി മണ്ണായത് കൊണ്ടാണ്. ഇപ്പൊ അധികം മണ്ണ് വേണമെന്നൊരു ഉണ്ണികൾക്ക് നിശ്ചയില്ല. മനസ്സിലായില്ല. കൂടി വന്ന 10 പിടി, അതിലും കൂടുതൽ വേണ്ട. മനസ്സിലായില്ല. പണ്ടല്ല ഉണ്ണി, കുറെ ഉണ്ണികളുള്ളത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ മണ്ണ് കൂടുതൽ വാങ്ങി ആരിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത് ഞാൻ. 40 പിടി മണ്ണാണെന്ന് പറഞ്ഞ കാരണം ചോദിച്ചാൽ ഉണ്ണി ഭവനം ഒഴിച്ച് മീതി തുണ്ടാക്കി കൊടുക്കാൻ വല്ല നിശ്ചയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ മധ്യത്തിലായിട്ടാണ്. അപ്പൊ അത് മുറിച്ച് അത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അതെനിക്ക് മനസ്സിലാകുന്നത്. രണ്ട് ഭാഗം വഴിയിട്ട് കാണി, ഉണ്ണിയുടെ ഭാഗത്തേക്കും വഴിയിട്ട് കാണി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ലെ, ഞാൻ ചോദിച്ചത് ചില ഉണ്ണികൾക്ക് മണ്ണ് മാത്രം മതി, ഭവനം അവരുടെ ഇഷ്ടത്തിന് കെട്ടിപ്പോക്കാം. മനസ്സിലായില്ല. ഇത് ഭവനം കൂടി അതിനകത്തുണ്ട്. അപ്പോ കാര്യങ്ങൾ നടക്കാൻ ഇത്തിരി വേഗത കുറവുണ്ടാവും. അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. പിന്നെ അതല്ല, ഉണ്ണിക്ക് മണ്ണ് മാത്രമായി കിട്ടുമ്പോൾ ഉണ്ണിക്കും അതിലൊരു വെള്ളി കിട്ടി നല്ലവണ്ണം. മനസ്സിലായില്ല. ഇത് ഭവനത്തിന്റെ കണക്കും ഈ മണ്ണിന്റെ കണക്കും കൂടി കൂട്ടിക്കഴിച്ച് നോക്കി അതിനെ പറ്റി ഉണ്ണികളല്ല വരണ്ടേ. അപ്പൊ അത് ചിലപ്പോ നീണ്ടുപോയി അപ്പോഴും എന്നോട് പഴി പറയില്ലേ. ഉണ്ണി ആര് കടന്നു പോയുള്ള സകല ദോഷങ്ങളും അതിനകത്ത് വന്നുള്ള സകല നൂലാമാലകളൊക്കെ തീർത്ത് ഉണ്ണി സന്താനത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതും ചെയ്യാൻ പറ്റണ്ടല്ല. ഇതാകുമ്പോ ഉണ്ണി പറയുന്ന വേഗതയില് ഓടും. ഇതാവുമ്പോ ഒത്തിരി സാവകാശം വരും. അതുകൊണ്ട് അപ്പൊ അത് ഞാൻ വേഗം തീർപ്പാക്കി. അതല്ല ന്യായം. അതിന് 2 തുണ്ടാക്കുമെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ല. അതിനകത്ത് വേറെ ഭവനമൊന്നുമില്ല. അപ്പൊ അതിന്റെ 4 ഭാഗത്തൊരു തുള്ളി മണ്ണ് കൊണ്ടുവരെ, അതിന്റെ ഒരു കടലാസുണ്ട്, ഒരു അക്കുണ്ട്, അതും കൂടി കൊണ്ടുവരെ. മനസ്സിലായില്ല. അപ്പോൾ 10 1 10 15 കർമ്മം. അതായത് ഉണ്ണിയുടെ മണ്ണിന്റെ പേരില് ഉണ്ണിയുടെ പേരിൽ അത് വിറ്റ്. ഇപ്പോ ഇതിനെ ഔഷധം ഉണ്ണി പറഞ്ഞ ആ ഔഷധം സേവിക്കുമ്പോൾ ഇത് കയറും. ഇത് രണ്ടും തുല്യമായിട്ട് പോകുമെന്നാ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇതൊക്കെ ഇതിൽ നിന്ന് പച്ചയിൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരു ഔഷധത്തിലേക്ക് വന്നുള്ളൂ. ആദ്യമുണ്ടായതും ഈ പച്ചയായിട്ടുള്ള ഔഷധ. പിന്നെ എൻ്റെ അച്ഛൻ്റെ ആലയത്തിനും മുടക്കം കൂടാതെ കണ്ട് ആദ്യത്തെ 7 നാള് അവസാനത്തെ 7 നാള് അച്ഛനൊരു കൂവളത്തിൻ്റെ കാരം, ഒരു കുടം കണ്ട് നീര്, ഒരു പാത്രം നെയ്യ്, ആ വേവലാതിയുള്ള ഭാഗം ഒഴിഞ്ഞു കാഞ്ഞ് അച്ഛന് സമർപ്പിക്കാം. ശിവലിംഗ സങ്കല്പത്തിൽ നിന്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ കുണ്ടലിനി ഭാഗത്തുള്ളതായ ആ വേവലാതി നീ തീർത്തു തരണം എന്നും പറഞ്ഞ് സമർപ്പിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് തുടങ്ങാം. അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. എന്താ വേറെ നീരൊന്നും ചേർക്കരുത്. മനസ്സിലാവണ്ട. അവിടെ പുരട്ടി നീ നിദ്ര കൊള്ളുക. പുരട്ടുന്ന സമയത്ത് പറയാം, അച്ഛൻ നീരാടിയതും എൻ്റെ അമ്മയ്ക്ക് ചാർത്തിയതും, അതുപോലെ തന്നെ എൻ്റെ ചൂലക്കാരൻ എൻ്റെ ജാതകം കുറിച്ചതും അച്ഛൻ്റെ ജാതകം കുറിച്ച് താമരപ്പൊയ്കയിൽ 6 മുഖത്തോടുകൂടി പറഞ്ഞു ചൂലക്കാരന് നീരാടിയതും അച്ഛൻ്റെ കണ്ടത്തിലും അച്ഛന് നീരാടിയതും എന്നോടൊപ്പുറന്നവൾക്ക് ആറാടുന്നത് മഞ്ഞത്തൂളും കൂടി അരച്ച്
എൻ്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് വേവലാതി ഉണ്ട്, അത് ഞാൻ പുരട്ടിയിട്ടുണ്ട്, നിങ്ങളത് തീർപ്പുണ്ടാക്കി തരണം. ഞാനിനി ഒരു പച്ചയല്ലാതെ കണ്ട ഒരു ഔഷധം എൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളിക്കില്ല, ഒരു ഉപകരണത്തിലും ഞാൻ കയറി ഇറങ്ങില്ല, അത് നിങ്ങൾ തീർപ്പുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ തീർപ്പുണ്ടാക്കിയില്ല. എന്നിട്ട് കുറയില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണ ഇത് മുറിക്കാൻ പറ്റില്ലേ? മുറിച്ച് തുണ്ടാക്കാൻ പറ്റില്ലേ? 18 പിടി അപ്പൊ 9 ആക്കി തുണ്ടാക്കി കൂടെ എന്ന ചോദ്യം. അപ്പോ അതല്ല നല്ലത്. വഴിയരികിലെ പടിഞ്ഞാറ് ഭാഗത്താണോ മണ്ണ്? അല്ലേ? മതി. അപ്പൊ മതി. ഒറ്റത്തവണക്ക് തീർപ്പാക്കണേ കുഴപ്പമില്ല, നിനക്ക് വെള്ളിയൊന്നും പോവില്ല. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവും. ഒറ്റത്തവണയായിട്ട് എടുക്കാൻ ഉണ്ണിയുണ്ടെങ്കിൽ അത് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ തുണ്ടാക്കണമെങ്കിൽ എടുക്കാൻ ഉണ്ണി വന്ന നിനക്ക് അതല്ല ലാഭം. എന്തായാലും ഒരു കടലാസ് പത്രല്ലേ നിനക്ക് ഒപ്പ് വെച്ച് കൊടുക്കണ്ടോ? അല്ലേ? ആ ഉണ്ണികൾക്കല്ലേ 2 കടലാസ് ഉണ്ടാക്കേണ്ടത് അല്ലേ? അപ്പൊ ഒരു കടലാസ് ഉണ്ടിൽ തീർപ്പാക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ, 2 കടലാസ് ഉണ്ടിൽ തീർപ്പാക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. അത് നിന്റെ നിശ്ചയം. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ചു തരാം, പോരെ? പിന്നെ മണ്ണിന്റെ വെള്ളി വാങ്ങണം, അത് വ്യാപാരമാകുമ്പോ ഞാൻ അതിന്റെ കണക്ക് അപ്പം പറയാം. അല്ല, എത്ര വെള്ളി കിട്ടണം? അല്ല, എത്ര വെള്ളി കിട്ടണം ഒരു പിടിക്ക്? ഒരു സെന്റിന് 5 ലക്ഷം രൂപ. അല്ല, അവിടെ 5 ലക്ഷം അല്ല, 5 വെള്ളി ഉണ്ടോന്ന് ചോദിച്ചുള്ളൂ ഞാൻ. എനിക്ക് ആ ദേശത്തിന്റെ മണ്ണിന്റെ വില അറിയില്ല, ദിക്കെന്ന് വെച്ചേക്ക് എനിക്ക്. അതല്ല, പടിഞ്ഞാറ് ഭാഗത്തെ വഴിയരികിൽ പടിഞ്ഞാറ് ഭാഗത്തെ മണ്ണാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ദിക്ക് നിശ്ചയറിയാണ്ടല്ല. അപ്പോ നിനക്ക് 5 കിട്ടണം അല്ലേ? 5 പറയില്ല, 5 കിട്ടണമെങ്കിൽ 5 കിട്ടണമെന്ന് പറ. 5 അപ്പൊ കൂട്ടി വെച്ചാൽ എനിക്ക് തരൂ? മനസ്സിലായില്ല? അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. ഈ നേരം വരെ മണ്ണിന്റെ ബലവീര്യത്തിന്റെ കാര്യത്തിലേക്ക് ഞാൻ വന്നില്ല. ഞാൻ ഇത് മാത്രം നിന്നോട് ചോദിച്ചു. അതായത് നിനക്ക് കയ്യില് ഒരു ഉടമ്പടിയും കൂടെ ആക്കേണ്ട ഒരു പിടി മണ്ണിന് 5 വെള്ളി കിട്ടണം. അപ്പോ ഒരു മധു, ഒരു കൊടിയാട, ഒരു പാത്രം തരും. പിന്നെ ഒരു കുപ്പി മദ്യം, ഒരു കുപ്പി നെയ്യ്, അളക്കട്ടെ, മണ്ണളക്കട്ടെ. മണ്ണ് 2-3 വട്ടം അളന്ന് പോയതല്ലേ? അല്ല, 1-2 വട്ടം അളന്ന് പോയെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു അളവത് എന്റെ അളക്കലാണ്. ഉണ്ണികളതൊന്നും നോക്കണ്ട. അവര് വന്ന് അളക്കുമ്പോ ഉണ്ണികളൊപ്പം നിന്നേക്കണം, മനസ്സിലാവണ്ട. അവരെവിടെ നിന്നൊക്കെ ചരട് പിടിച്ചോട്ടെ, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ അവിടെ വന്ന് നിന്നില്ല. അത് 2ാമത് അളപ്പിച്ചത് എന്തിനാ? ഇത്രയും കാലമായിട്ട് അത് ഇങ്ങനെ വന്നിട്ടെന്തിനാ? ഞാനത് ഉണ്ടാക്കി തരാം. കടലാസുണ്ടിൽ നിന്ന് മാറ്റാൻ പറ്റും, മനസ്സിലായില്ല? നിന്റെ ജാതകം കുറിച്ച് ആ ജാതകക്കുറിപ്പുണ്ടല്ല, അത് മാറ്റാൻ പറ്റും. മംഗല്യത്തിനൊക്കെ നക്ഷത്രം മാറ്റാം, ജനിച്ച തീയതിയും സമയം മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നീ വിദ്യ അഭ്യസിച്ച അവിടുന്ന് നിനക്ക് അവിടുന്ന് പോരുമ്പോ ഒരു കടലാസുണ്ട് തരും, അത് മാറ്റാൻ പറ്റും? പറ്റില്ല. ഇത് ഞാനാ കുറ്റി വെച്ചേക്കണേ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. എനിക്ക് പേടിയില്ല. ആരും വന്നില്ല. ഇതിന് മുന്നിൽ 2 കൊല്ലമായി പറഞ്ഞിട്ട് ചീറ്റവട്ടത്ത് ഉണ്ണിയുള്ള പേരൊന്നും എഴുതി വരുന്ന ഉണ്ണിയോട് എന്തിനാ വേണ്ടത്തും വേണ്ടാത്തും പറയേണ്ട കാര്യം അവർക്ക് മനസ്സിലായില്ലേ? ഇത് അതിന് തർക്കണ്ടായിട്ടുണ്ടാ? അതിന് മുമ്പെങ്ങാനും തർക്കണ്ടായിട്ട് ഉണ്ണികൾ വാങ്ങിച്ചതിന് ശേഷം തർക്കണ്ടായിട്ടുണ്ടാ?
മതി തർക്കണ്ടെന്ന് പറയാ പറഞ്ഞു വരുത്താം. അപ്പൊ അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നാമോദയം പറഞ്ഞു പുണർന്ന നക്ഷത്രം അല്ലേ? അതെനിക്ക് മനസ്സിലായി. അതിന്റെ അധികാരി വന്ന് നാളെ അതിന്റെ ചരടുപിടുത്തം കുറ്റിവെപ്പൊക്കെ കഴിയട്ടെ. ഞാനവിടെ ഉണ്ട്. അവര് വരുന്ന സമയത്തായി ഇത് ചെമ്പോലത്തകടും കൈപ്പിടിച്ച് നീ അവിടെ നിന്നോ. എന്റെ അവിടെ പറഞ്ഞോട് കാളി നിക്കണ പോലെ മനസ്സിലായില്ല. ദാരികനെ വധം കഴിക്കാനായിട്ട് ഉഗ്രസ്വരൂപിണി കാളിയായിട്ട് ആ ദാരികൻ കോട്ടയ്ക്ക് തിരുമുമ്പിൽ ചെന്ന് നിൽക്കും പോലെ നീ ഇതും പിടിച്ചു നിന്നോ. എന്റെ മകനുണ്ട് ഇത് അളക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് നീ പറഞ്ഞു. ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നീ പൊക്ക ഉണ്ണിയെ. നീ പൊക്കോ. നിന്നെ ആരെങ്കിലും അവിടെ പിടിച്ചു കെട്ടോ. പിന്നെ നിനക്ക് എന്താ പേടി? നീ അത് കയ്യിൽ നാലാക്കി മടക്കി പറ്റും. ആ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ ചാത്താന്നൊരു വിളി വിളിച്ചു. വേറൊന്നും വിളിക്കണ്ട, ചാത്ത അവര് വന്നിട്ടുണ്ട്, നീ തീർപ്പാക്ക്. ഇനി ഇതിന്റെ പിന്നാലെ എനിക്ക് നടക്കാൻ പറ്റില്ല, നീ അത് തീർപ്പാക്കി താന്ന് പറഞ്ഞു. ഞാൻ തീർപ്പാക്കി തരാം. മതി മതി. കൊടുത്തത് ഇളം പച്ച നിറത്തിലുള്ള പാലില് അല്ലേ, പിന്നെ എങ്ങനെ മഞ്ഞ നിറം വരിക? മനസ്സിലായില്ല നിന്നോട്? തലേ ദിവസം മണ്ണല്ല ഉണ്ണിക്ക് ഉണ്ടാ ഇല്ല. കൊടുത്തത് എന്റെ അച്ഛന്റെ തിരുമുമ്പിൽ വെച്ചതായിട്ടുള്ള ആ വെളുത്ത നിറത്തില് പച്ച നീരുള്ളതാ പാനീയം ചേർത്തതാ, അരച്ച് ചേർത്ത ഔഷധാ. അത് പിന്നെ എങ്ങനെ മഞ്ഞയാവുക? താമ്പൂലത്തിന് ശരിയാ. വെറ്റിലും മറ്റുള്ള അരതാരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചുണ്ണാമ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നീ തുപ്പുന്നത് ചുവപ്പായിരിക്കും. ഇതെങ്ങനെയാ വന്നേ? അതാ എന്റെ അച്ഛന്റെ കളി. അതിന് മണമുണ്ടായ അറിയോ? പൊട്ട മണമുണ്ടായ അറിയോ? ഞാൻ തല്ലാനായിട്ടുള്ള വഴി നോക്കരുന്ന് പറയാം. അല്ല മതി. അത് തന്നെ പറഞ്ഞ ഇനി ഒന്ന് കൊണ്ടുപോവാ. ഞാൻ തല്ലാൻ വരുന്ന പറയാല്ലെങ്കിൽ അത് തന്നെ പറഞ്ഞ മണമുണ്ടായെന്നല്ല ചോദിച്ചുള്ളൂ. ഞാൻ ചിലത് പുറത്ത് കൂടെ അച്ഛൻ എടുപ്പിക്കില്ല, മനസ്സിലായില്ല. ചിലത് അങ്ങനെ പാടില്ല. അതായത് കൂടെ ഉണ്ണി മാത്രല്ല അവിടെ വാന്തി എടുക്കുന്നത് വേറെ ഉണ്ണികളുണ്ട്, ഏറിയ ഉണ്ണികളുണ്ട്. 100 ചില്ലാൻ ഉണ്ണികളുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഗന്ധം വന്നു കഴിഞ്ഞാൽ അവരുടെ ഉദരത്തിലുള്ളതും കൂടി പുറത്തേക്ക് വില്ല. അപ്പൊ അങ്ങനെയുള്ള ഉണ്ണികളെ തെരഞ്ഞു പിടിച്ച് അച്ഛൻ അത് പോണ്ട വഴിക്ക് വിടും. അതാണ് കാര്യം, മനസ്സിലായില്ല? അതിനല്ല അവിടേക്ക് പറഞ്ഞയച്ചേ, അതിനല്ല അവിടേക്ക് പറഞ്ഞയച്ചേ. ആ ഉണ്ണിയുടെ ഒന്ന് വരാൻ പറഞ്ഞു. ആ ഉണ്ണിയോടൊന്ന് വരാൻ പറഞ്ഞു. എന്നാ വരാൻ പറ്റുന്ന പേര് വന്നില്ല. ഇപ്പോഴാവണ്ടാന് ഇത് അവര് ഡേറ്റ് ആയിരുന്നു പറഞ്ഞിട്ട് കൊണ്ടു നിർത്തിയതാ. പക്ഷെ അതിലായി വന്നില്ല. ഇതിപ്പോ 3-5 ദിവസത്തിനുള്ളിൽ. ഏതാ ഉണ്ണി സ്ഥാപനം? ഞാൻ അവിടെ ഉള്ളതാണ്. എന്നിട്ട് എന്താ ഉണ്ണി അങ്ങനെ ഒരു ചാഞ്ചാട്ടം കാണിക്കണേ? ആ ഉണ്ണിക്ക് ആ തൊപ്പിക്കാരായിട്ട് ഒരു കൂട്ടുകെട്ട് ചങ്ങാത്തുണ്ട്, അതറിയോ നിനക്ക്? ആ നടത്തുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂട്ടുകെട്ട് ചങ്ങാത്തുള്ളത് ആ ഉണ്ണിയാ. അത് വേറെ കൂട്ടുകെട്ടാ, നിന്നോട് പറയാൻ പാടില്ല. അറിയോ നിനക്കത്? അല്ല, അത് വേറെ കൂട്ടുകെട്ടാണ്. പൈസ കൊടുത്താന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി നിനക്ക്? വെള്ളിയുടെ കൂട്ടുകെട്ട് തന്നെയല്ലാന്ന് വേറൊരു കൂട്ടുകെട്ടുണ്ട്. അത് നിന്നോട് എനിക്ക് പറയാൻ പാടില്ല, മനസ്സിലായ? അപ്പൊ ആ കൂട്ടുകെട്ടിന് ഞാനൊന്ന് കൂട്ടിന് കെട്ടും, അപ്പൊ ശരിയാവും, മനസ്സിലായ?
ഇപ്പൊ ഇന്ന് പോയില്ലേ ഇന്ന് പോയിട്ട് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു പോയിപ്പോ വിചാരിച്ച റിജക്ട് ചെയ്താന്ന് പറഞ്ഞു ആ കമ്പനി അതിന്റെ ഉടമയുടെ പേരെന്ന് എഴുതി കൊടുത്തൻ, ആ സ്ഥാപനത്തിന്റെ പേരെന്ന് എഴുതി കൊടുത്തൻ. എന്നിട്ട് ഇനി ഞാൻ ആ ഉണ്ണിയായിട്ട് നോക്കട്ടെ. മനസ്സിലായില്ലേ? ഉണ്ണി കൊടുക്കുന്ന ഒരു കടലാസുണ്ടും പിന്നെ വിജയിപ്പിച്ച് ഞാൻ കൊടുക്കില്ല. മനസ്സിലായില്ല? അത് ഒരു തവണ ഞാൻ പൂട്ടിച്ചതാ. ഉണ്ണിക്ക് അറിയാം എന്നെ. ഒരു തവണ അറിയോ എങ്ങനെയാണെന്ന് ഉണ്ണിക്ക്? അർഹതയില്ലാത്ത ഉണ്ണികൾക്കൊക്കെ അത് പതിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു ഉപകരണമൊക്കെ ഉണ്ടാക്കി അത് പതിച്ചു കൊടുത്തതാ. അവിടുത്തെ ചില അധികാരികളും ഈ ഉണ്ണിയെ കടക്കം നിന്നിട്ട് എന്നിട്ട് കൂട്ടിക്കെട്ടിയതാ. രണ്ടാമത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ ഞാൻ തീർപ്പുണ്ടാക്കി തരാം, നീ പേടിക്കണ്ട. ഉണ്ടാ ഇതൊക്കെ കൈപ്പിടിച്ച് കയറി അവൻ അവിടെ സാറിനോട് ചോദിച്ചു. അപ്പൊ 2 ദിവസത്തെ ഇതും കൂടി ഞങ്ങൾ ആക്കി തന്നാനെ എന്നൊക്കെ പറഞ്ഞു. അതല്ല ഉണ്ണിയാ അതിന്റെ ഉടമ ഉന്നോട് പറഞ്ഞ ഉണ്ണിയുടെ പേരൊന്ന് എഴുതി കൊടുത്ത. അത് നീ പറഞ്ഞല്ലോ ഇന്നതാണെന്ന്. ആ ഉടമയുണ്ടല്ലോ നിന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആ മുറിയറയിൽ ഇരിക്കില്ലേ, ഒരു പെണ്ണാണ് അല്ലേ? പെണ്ണാണ് എന്റെ പേപ്പറുള്ള അവിടെ ചെന്നിട്ട് കാരണം അവരെന്താ പെൺസന്താനല്ലേ, ഇത്തിരി ഉയരുണ്ടായിട്ട് അല്ലേ? അല്ലേ? മുഖത്തൊക്കെ കുറെ ചായന്ന് പൂച്ചിട്ടുണ്ട് ആ മുതല്. മനസ്സിലായി എനിക്ക്? അതിനെ ഞാൻ നിന്നോട് പറഞ്ഞൊരു കഥയുണ്ട്, അത് നിന്നോട് പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? തൊപ്പിക്കാരായിട്ടേ ഒരു ചെറിയ കൂട്ടുകെട്ട് ചങ്ങാത്തുണ്ട്. അറിയോ? അവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇവിടെ മാത്രം അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന്. വെള്ളി മാത്രല്ല. അതാണ് അവർക്ക് അത്രയും പേര്. ഇതൊക്കെ കൂട്ടിക്കെട്ടി ഞാൻ കടലാസുകൊണ്ടൊക്കെ മുടക്കി വെച്ചതാ. പിന്നെ ഞാൻ തന്നെ നിർത്തിക്കൊണ്ടുവന്ന് ഇപ്പൊ ആ സ്ഥാപനം ഒരു 3-4 ദിക്കിലുണ്ട്. പേരിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയതാ. ആദ്യം 4-ാം വേദക്കാരായിരുന്നു. ഇപ്പൊ 4-ാം വേദക്കാര് 2ആയി തല്ലുകൂടി. അപ്പൊ ഇതൊന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിന്റെ പേര് എഴുതി കൊടുത്തോ, ആ പെൺസന്താനത്തിന്റെ പേര് എഴുതി കഴിച്ചിണ്ടായി അന്ന്. ഇവ കൊറേ ഛർദിച്ചു. ഒരു ഹോട്ടലിൽ നിന്ന് കൊറേ വയറ്റിൽ നിന്നും പോയി. മാംസം വല്ലതും വന്നാ? മാംസം വല്ലതും ഉണ്ടായ? മാംസം ഉണ്ടായില്ല, പക്ഷെ വെള്ളത്തിന്റെ ഒരു മണം ഉണ്ടായിരുന്നു. ഇവനും അവിടെ പോയിട്ടുണ്ട് അവരെ കൂടെ. നന്നായില്ലേ ഇപ്പൊ? ഒക്കെ അപ്പൊ ഇതൊന്ന് പേര് എഴുതി കൊടുത്തോട്ടാ. 2 ദിനല്ലേ പറഞ്ഞേക്കണേ? ഇനി അടുത്തതെന്നാ? 7 നാൾ കൂടുമ്പോ 2 നാളാണ്. 7 നാൾ കൂടുമ്പോഴല്ല, അത് എന്താ വെച്ചാൽ ഇപ്പൊ ഇവർക്ക് ഒഴിവില്ലാത്ത ആർട്ടിയില്ലാന്ന് പറയുന്നത് ഓഫീസറില്ല അപ്പൊ അല്ല 7 നാൾ കൂടുമ്പോ 2 നാളാണോന്ന് ചോദിക്കുന്നത്. അടുത്ത തീയതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നീ എന്ന് പറഞ്ഞു, നീ എഴുതി കൊടുത്തു, ഞാനൊന്ന് തീർപ്പുണ്ടാക്കി തരാം. അടുത്ത ദിനം ഇതേ നേരത്ത് എൻ്റെ അച്ഛൻ്റെ ഉച്ചയൂണ് കഴിയിട്ട് ഞാൻ എൻ്റെ പണിക്കരയിലെത്തും. ഇവിടെ ഇതേ നേരത്ത് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനത് ചെയ്തു തരാം. പൊക്കോ. ഇവന്റെ ഒരു കാര്യങ്ങൾ വരുമ്പോഴേ ഈ അറ്റത്തങ്ങോട്ട് എത്തുമ്പോഴേക്കും അതിനെന്തെങ്കിലും കുഴപ്പാ. അതാണ് ഏറ്റവും വിഷമം. അല്ലേ? എവിടെ എറിഞ്ഞാലും തിരിച്ചു പോലും അതിൻ്റെ കുഴപ്പം. അല്ല ഇതെങ്ങനെ തിരിച്ചു വെച്ചത്? അപ്പൊ അതെന്താ അവിടെ വെച്ചെന്നാ ചോദിക്കാം. അതും ഇവിടെ വെച്ചോ? നീ വെള്ളി ഇവിടെ വെച്ചോ? വെള്ളി ഇവിടെ വെച്ചോ? നീ ഇട്ട വെള്ളി ഇവിടെ അതല്ല, നീ ഇട്ട വെള്ളി മാത്രം മതി. അതിവിടെ വെച്ചു. അതെവിടെ വെച്ചു? എനിക്ക് പുതിയതല്ലേ വേണ്ടു. അപ്പൊ ഇത് മാറ്റുന്ന പുതിയത് തരാൻ പറഞ്ഞ പോലെ നീ ഇതിനെ മാറ്റി പുതിയതെടുക്കാൻ പറ്റില്ല. പറ്റോ? ഇത് മാറ്റി പുതിയതെടുക്കാൻ പറ്റും? ചോദിച്ചതിന് ഉത്തരം പറ. ഇതെന്തായാലും വന്ന് പെട്ടുപോയില്ലേ? അതല്ലപ്പോ നീ ഇടയ്ക്ക് പറയാറുള്ളത്. ആ കഥ ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായില്ല. സമയം നല്ലതാണ്. അല്ല ഞാൻ തെറ്റൊന്നും പറഞ്ഞല്ലോ. എന്റെ അടുത്ത് വന്നു നീ അവരാധി ബോധിപ്പിച്ചൊക്കെ ഞാൻ അതിന്റെ അപ്പുറത്ത് നീ വിചാരിച്ചതിനും സമയത്തിന് മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ളൂ. നീ നടക്കില്ല എന്ന് പറഞ്ഞതല്ലേ? അല്ല നീ നടക്കില്ല എന്ന് പറഞ്ഞതല്ലേ? പടിയിറങ്ങിപ്പോണ്ടി വരും എന്ന് പറഞ്ഞതല്ലേ? ഞാനെന്താ നിന്നോട് പറഞ്ഞു, ഇന്നൊരു സമയം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പടിയിറക്കില്ല. ഒരു മാനക്കേട് നിനക്ക് വരില്ല. ഒരു
ഉണ്ണിപ്പൈതങ്ങൾ അറിയാതെ കണ്ട് കാര്യം ഭംഗിയാക്കിയാ തന്നില്ലേ? വെള്ളിയില്ല. അല്ല വെള്ളി ഉണ്ടോന്നാ ചോദിച്ചത്. അന്നേരം എത്രയും മിച്ചെന്താ? എന്താ നക്ഷത്രം? ഉത്രട്ടാതിയെ പോലെ ഉത്രട്ടാതില്ല നക്ഷത്രം ഇല്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണും. നീ തുടങ്ങിക്കോ, നീ മോഹിച്ചത് ഞാൻ എനിക്ക് തരാം. അതെന്റെ കഴിവല്ല. എൻ്റെ അച്ഛൻ എൻ്റെ ജാതകം കുറിച്ച് എനിക്ക് മുമ്പേ പറഞ്ഞത് പറയാം. അത്രയും സൗന്ദര്യമുള്ള ഭംഗി ചതമുള്ള എൻ്റെ ചൂലക്കാരൻ നിശ്ചയിച്ചു വെച്ച സമയം നിനക്ക് നല്ലതാ ഇപ്പോ. അതുകൊണ്ട് ഇതൊക്കെ നടന്നത്. ഇനിയിപ്പോ നീ എന്തിനാ പോണേ? അല്ല ഉണ്ണി, അവിടെ നിനക്ക് കൂടെ കടലാസ് അതാരാ ഉണ്ടാക്കണേ? അവിടെ നിനക്ക് കടലാസുണ്ട്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു ഭവനം തരപ്പെടുത്തി തരുമോ അവര്? പിന്നെന്തേ നിനക്ക് ഉറപ്പ്? അതിനെന്താന്ന്? അതായിക്കോട്ടെ, മനസ്സിലായില്ല നിനക്ക്? ഞാൻ രണ്ട് കാര്യം നടക്കുന്ന നിന്നോട് പറഞ്ഞോളൂ. അത് രണ്ടും നടന്നു. മാനക്കേട് വന്നില്ല. അതായത് നിന്റെ ഭവനം ആ വെള്ളി വാങ്ങിച്ച അധികാരികൾ കൊണ്ടുപോകുന്ന ആ വക്കീലിക്കെത്തില്ല. ആ കടലാസ് പത്രം കൊണ്ടുവന്ന് നിന്റെ ഭവനത്തിന്റെ ഭിത്തിയിലൊട്ടിച്ചില്ല. അതിന് മുമ്പ് വിറ്റ് തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിന്റെ ഉണ്ണി സന്താനത്തിന്റെ മംഗല്യം നടത്തി തരാന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ പറഞ്ഞത്? എവിടുന്ന് വരും? എന്തുണ്ടാക്കുന്നല്ലേ ഇതൊക്കെ? ഇനിയിപ്പോ ഇപ്പോഴും ഞാനെന്താ പറഞ്ഞ്? ആ ഉണ്ണികള് മുഖാന്തരം നിനക്ക് കാര്യം നടത്താൻ പറ്റുമെന്ന്. ഒരു ചെറിയ ഭവനം നീ കണ്ടുവച്ചോ, നിന്റെ രൂപരേഖ തയ്യാറാക്കിക്കോ. അതായത് അത് വാങ്ങാനുള്ള കുറച്ച് വെള്ളി നിന്റെ കയ്യിലുണ്ടാ? വാങ്ങാൻ മുഴുവനും വെള്ളിയല്ല ഞാൻ പറഞ്ഞു. ഒരു ഉടമ്പടിക്കുള്ള വെള്ളി കൊടുക്കാനുള്ള വെള്ളി ഉണ്ടാ? നോക്കലല്ല. അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലോ നീ എന്താ വിചാരിച്ചേ? അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന എല്ലാം കൂടി നിര്യാണപ്പെട്ട് പോകാൻ വേണ്ടിട്ട് നീ ഒരിക്കൽ കൂട്ടി വെച്ചതല്ലേ? അല്ലേ? എന്താ ഔഷധമൊക്കെ വാങ്ങിച്ചു വെച്ചതാ? എല്ലാം കൂടി എണ്ണത്തിൽ ചേർത്തും കാണി ഒരുമിച്ച് പോവാം അല്ലേ? അല്ല, അങ്ങനെയൊക്കെയല്ല നീ നിശ്ചയിച്ചേ. സാധനം പൊരുള് വരെ വാങ്ങിച്ചു വെച്ചതല്ലേ നീ? എന്നിട്ട് അതൊന്നും തുറക്കേണ്ടി വന്നില്ല, ഒഴിക്കേണ്ടി വന്നില്ല, കൂട്ടി കുഴച്ച് കഴിക്കേണ്ടി വന്നില്ല. ഇതിനപ്പുറത്ത് നിനക്ക് ഞാൻ എന്താ ചെയ്ത് തരുന്നത്? ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നീ കാര്യം നോക്കിക്കോ. നീ ചെറിയൊരു വെള്ളി കൊടുക്കാനുള്ള ഉടമ്പടി കണ്ടുവെച്ചോ, നിനക്ക് ഞാൻ ഭവനം തരാം. അത് ഈ സ്ഥാപനത്തില് ആ ഉണ്ണികളോടും കൂടി പറഞ്ഞു. ഒരു കർമ്മം വിട്ടപ്പോഴേക്കും അടുത്തൊരു കർമ്മം കിട്ടി. അത് മനസ്സിലാക്കുന്നേ. അതിൽ വേറെന്താ? പിന്നെന്താ? മനസ്സിലായില്ല? ഇത്രയും വയസ്സ് കാലപ്രായത്തിൽ ഈ ഒരു കർമ്മം അങ്ങനെ കിട്ടണമെങ്കിൽ ഉണ്ണിയൊന്ന് മനസ്സിലാക്കിയാൽ. എൻ്റെ കളിവിളയാട്ടം തോരണ്ടെന്ന് അതെന്താ നിന്റെ കയ്യിലൊന്ന്? ആര് പറഞ്ഞിട്ടതിട്ടത്? മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നീ ഉത്തരത്തിലേക്ക് വന്നില്ല. അതെന്റെ അച്ഛൻ്റെ ഒരു വസ്തു. അതിടുമ്പോ അതിൻ്റെതായ വ്രതാചരണങ്ങൾ വേണം. അത് നിനക്ക് പറ്റുമോ? അല്ല, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടു എന്ന് ചോദിച്ചിട്ടില്ല. ആ പൊരുൾ അങ്ങനത്തെയാ. തുളസീതളം കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ല? അതെന്റെ ഉടപ്പുറന്നോട് കാളിക്കും എൻ്റെ വെള്ളക്കാരന് ഇഷ്ടം. ഇതല്ല, ഇതെന്റെ അച്ഛൻ്റെ. അതിനകത്ത് ചില കാര്യങ്ങൾ മുഖങ്ങളുണ്ടാവും. മനസ്സിലായില്ല? അപ്പൊ ആ കോർത്ത ആ ഹാരത്തില് അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിനക്ക് ഇട്ടുണ്ട്. അതൊരു പ്രായം കഴിഞ്ഞാണ്ടാവും. അത് കൂടാതെ മത്സ്യമാംസാദികളൊക്കെ കഴിക്കണമെങ്കിൽ ഇത് പറ്റൂ. അത് കൈക്കകത്ത് ചുറ്റിക്കൂട്ടി കെട്ടിവെച്ച കാരണം ചോദിച്ചാൽ കണ്ടത്തിലിട്ടെന്നല്ല ഞാൻ പറഞ്ഞു. അതാ നീ പിന്നാമ്പുറത്ത് നിന്നപ്പോ ഞാനൊരു ഒളിമിന്നാട്ടം പോലെ നിന്റെ കയ്യിനകത്ത് കണ്ടു. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് നീക്കി നിർത്തി. അല്ലാണ്ട് വേറൊന്നുമില്ല. മനസ്സിലാവണ്ട? ഇടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഓരോരോ മുഖങ്ങൾക്ക് വ്യത്യാസമുണ്ട്.
ഏകമുഖമുണ്ട്, 3 മുഖമുണ്ട്, 5 മുഖമുണ്ട്. അങ്ങനെ ഓരോ മുഖങ്ങൾ. ആ ഓരോ മുഖത്തിലേക്കും ഓരോ ദേവതകളെ സങ്കല്പമുണ്ട്. മനസ്സിലായില്ല? ഉണ്ണി നോക്കിയപ്പോൾ അത് വെറുതെ കണ്ടൊരു കുരുവല്ലേ. ആ കുരുവിനൊരു പ്രത്യേകതയുണ്ട് ഉണ്ണി. അതിടുമ്പോൾ മാത്രം അതിൻ്റെതായ കാര്യങ്ങളിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അശുദ്ധിയില്ലാത്ത സ്ത്രീ സന്താനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ പാടില്ല. അങ്ങനെ കുറേ ചിട്ടവട്ടങ്ങളുണ്ട്. കാണുമ്പോൾ അതൊരു കുരുവ. ആ കുരുവിന് വ്യത്യാസമുണ്ട്. മനസ്സിലായ? അപ്പോൾ എന്തായാലും ഉണ്ണി അത് അല്ലാത്ത സമയത്ത് ഇട്ടോ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണിക്ക് ഇപ്പം അങ്ങനെ ഒരു ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അച്ഛനോട് കൂടുതൽ ഇഷ്ടം അച്ഛൻ ധരിക്കുന്ന ഹാരത്തിനോട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അതിന് തെറ്റി ഞാൻ പറഞ്ഞില്ല. അച്ഛൻ മുടി കെട്ടി വെക്കുന്നൊക്കെ അതുകൊണ്ടാണ്. കണ്ടിട്ടുണ്ടാ? നിന്നോട് മുടി കെട്ടി വെക്കാനല്ല ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ മുടി കെട്ടി വെക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ പറഞ്ഞു ഉണ്ണി? അതുകൊണ്ടാണോ രുദ്രാക്ഷിത്തെ? മെയിനായിട്ട് ഉണ്ണി എന്ത് ആ ഉണ്ണിനെ ഒന്ന് കൊണ്ടുവരും. അത് 5 വർഷത്തെ മറ്റുള്ള ദിവസങ്ങളൊന്നുമില്ല. പിന്നെ കടവാടി പൂർണ്ണം, പിന്നെ അല്ല, അതിനെ തെറ്റി ഞാൻ പറഞ്ഞില്ല. ഇതിനെ കൊണ്ടുവരാമല്ലോ. പക്ഷേ ഇവരുടെ കാര്യം ഇതുവരെ കൊണ്ടുവരാൻ പറ്റില്ല. ഇങ്ങനെ ബന്ധപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല. അവനറിയാമല്ലോ. അപ്പോൾ എന്താ ഇതിൽ ജോലി ഇപ്പോൾ കൊല്ലം ജോലി നല്ല പഠിപ്പുള്ള വ്യക്തിയാണ്. പിന്നെ വ്യാഴം ബലവാനാണല്ലോ. അതൊന്ന് ശ്രമിച്ചോ? ശ്രമിക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് പാസ്സാവുന്നുണ്ട്. ലോങ്ങിലേക്ക് കിട്ടും. പറഞ്ഞു വെക്കുന്നത് കർമ്മം കിട്ടാണ്ടല്ല. അതെന്താ കാര്യം ഉണ്ണി? ഉണ്ണിന് സന്ദേഹം ഉണ്ടാവും. ഉണ്ണിക്ക് മനസ്സിലായില്ല? അല്ല, പറഞ്ഞു വെക്കുന്നില്ല. വീട്ടിലൊന്നും ഒരുമിച്ച് ഇവിടെ തന്നെ നാട്ടിലൊന്നും ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം മനസ്സിലായില്ല. നിങ്ങൾ സ്നേഹബന്ധത്തിലാന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഉണ്ണികളുടെ ജീവിത രീതിക്ക് തന്നെ ഒരു സുഖകരമല്ലാന്ന് ഇപ്പം നീ നിൽക്കലേ നിന്റെ മാതാവും പിതാവും പറഞ്ഞു. ഞാൻ നിന്നോട് ചോദിച്ചോ, നീ എന്നോട് പറഞ്ഞതുമല്ല. അപ്പം ഞാൻ നിന്നോട് ചോദിച്ചെന്താ, അതായത് സ്നേഹബന്ധത്തിൽ നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, മംഗല്യം കഴിഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റം വന്നു ചില ഉണ്ണികൾക്ക്. അപ്പോൾ നീ അതായത് എല്ലാത്തിനും ഒരു സംശയത്തിൻ്റെ നിഴൽ കണ്ടെത്തുക. മനസ്സിലായില്ല? പിന്നെ അങ്ങനെ ചില ചിന്തകളുണ്ടാ. ഇവിടെ വന്നു തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഇവിടെ കിട്ടിയില്ല. നിങ്ങൾ ജോലിക്ക് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ല, ആ ഉണ്ണിക്ക് വില്ലും പേരില്ല. അതല്ല, വില്ലും പേരുണ്ട്. ഉണ്ട്. പക്ഷെ അത് നല്ല പ്രാർത്ഥന വെച്ചല്ല പോണത്. കിട്ടും. അത് മൊത്തത്തിലാണ് ജോലി പോകുന്നത്. ആ ഉണ്ണിയുടെ കർമ്മം എന്താ അതെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടാണോ അതേ മഴ വീട്ടിലേക്ക് ഉണ്ടാക്കാനത്? ജോലിയുണ്ട്. പക്ഷെ കയ്യിൽ ഒരു ഇൻകമില്ല. നല്ല പരിപാടികളാണ്. അവിടെയൊക്കെ ആൾക്ക് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ഭൂമിയുടെ പ്രശ്നം പറ്റി ഇവിടെ വന്നപ്പോൾ അത് അല്ല ഉണ്ണിയെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഉണ്ണിയുടെ ഭവനത്തിൽ ഉണ്ണികളായിട്ടൊക്കെ കൂടിക്കഴിച്ചിലൊക്കെ ഉണ്ടാ, ബന്ധങ്ങളൊക്കെ ഉണ്ടാ? എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ആ ഉണ്ണി സന്താനത്തിന്റെ ഭവനത്തിലെ ഉണ്ണികൾ നീയായിട്ട് കൂടിക്കഴിച്ചിലോ ബന്ധങ്ങളോ കാണലോ പറയലോ മിണ്ടലോ 4-5 മാസം കൂടുമ്പോൾ അങ്ങോട്ട് പോക്കൂല. 4-5 മാസം കൂടുമ്പോൾ ഒന്ന് പോയിട്ട് വരും. അതിന് ഇഷ്ടമില്ലാണ്ട് ഞങ്ങൾക്ക് ഇറക്കി വിടാനും പറ്റില്ല. ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല. ഇവിടെ ഉറപ്പ് മനസ്സ് വരുന്നില്ലോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, അനിയൻ്റെ ഭാര്യ, കുട്ടി. മാതാവിന്റെ സന്തോഷത്തിലാണ് അവിടെ. എന്നൊക്കെ ആർക്കും പ്രശ്നമില്ല. അല്ല, ഉണ്ണിയായിട്ട് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങേർക്ക് വേറെ ആരെങ്കിലായിട്ട് വല്ല ഇഷ്ടം ഉണ്ടായിരുന്ന അതറിയും. അതായത് ആരെങ്കിലും ആ ഉണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു ചോദിച്ചാലുണ്ട്, വേറെ ഉണ്ണികളായിട്ട് ഇഷ്ടമുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ അവരുടെ മാതാവോ പിതാവോ എങ്ങനെ അവരുടെ കുലത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ണികളെ കാണേ പറയേ അങ്ങനെ ഒരു മോഹം കൊടുത്തു വെക്കുന്നതിന് ഉണ്ടായിട്ടുണ്ടാ?
അത് വർഷങ്ങൾക്ക് മുന്നേ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ അതായിക്കോട്ടെ, പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ അതൊരു ചതിയല്ലേ ഉണ്ണി? മനസ്സിലായില്ല. എൻ്റെ ഉണ്ണി സന്താനത്തിന് മംഗല്യം കഴിക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് വേറെ. ഈ ഉണ്ണി അറിഞ്ഞിട്ടില്ല. ഈ ഉണ്ണിനെ ഇഷ്ടപ്പെട്ട് ഈ ഉണ്ണിയുടെ കൂടെ സഹവാസമായി രേഖാമൂലം, അതൊക്കെ ശരി, സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി നിൽക്കുന്നുണ്ട്. അത് ആ ഉണ്ണിന്ന് വന്നാൽ എനിക്ക് കുറച്ച് കാര്യം കൂടി ചോദിച്ച് അതിൻ്റെ കല്ലും ബദിരിക്കായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ആ കർമ്മ മേഖലയിൽ ആ ഉണ്ണിയുടെ കൂടെ കർമ്മം പ്രവർത്തിച്ച് ഏതെങ്കിലും ഉണ്ണികളായിട്ട് വല്ല വാക്കുവാദങ്ങളോ അല്ലെങ്കിൽ എടുത്തു വെച്ച വില്ലുമേലെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ എടുത്തു വെച്ചത് അതിലും കുറവിൽ പോയി എടുത്ത് പ്രവർത്തിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരണ്ടല്ല. ഇപ്പൊ സമയം നല്ലതാണ്, ദോഷാംശങ്ങളൊക്കെ തീർന്ന് രണ്ടുപേരുടെ. അപ്പോ ശാരീരിക സുഖമില്ല, ബന്ധങ്ങളില്ല. അത് നിനക്ക് മുഖത്ത് നോക്കി പറഞ്ഞൂടെ? അപ്പൊ നീ ഈ വഴിക്ക് തിരിഞ്ഞ് ഇതിനാണ് നിന്നെ ഞാൻ ഈ പിന്നാമ്പുറത്തുനിന്ന് മുന്നാമ്പുറത്തേക്ക് കൊണ്ടു നിർത്തേണ്ട കാര്യം മനസ്സിലായ? തകരാറില്ല. ഒന്നാമത് അത്ത നക്ഷത്രക്കാർക്ക് അങ്ങനെ തകരാറ് വരാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളല്ല. ദാമ്പത്യ സുഖം അതുപോലെ തന്നെ സന്താനങ്ങൾ 2-3 കൂടുതൽ കിട്ടുന്ന പറയാ നക്ഷത്രക്കാർക്ക്. അങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർ. പിന്നെ വിദ്യ കിട്ടേണ്ട സമയം, കർമ്മം കിട്ടേണ്ട സമയം, അങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാരാ. 10 പേര് അറിഞ്ഞാൽ വാക്സാമർത്ഥ്യം കൊണ്ടും പിടിച്ചു നിൽക്കുന്ന നക്ഷത്രക്കാരാണ്. അതല്ല ഞാൻ പറഞ്ഞത്. അതിനെ ഉണ്ണി അവര് ആദ്യം അങ്ങനെ കൊടുക്കൂ. ഈ ഉണ്ണിനെ പറഞ്ഞയക്കാൻ ഇഷ്ടമില്ല. അതിലെന്താ അതന്നെ നിന്നോട് നിന്നെ സംശയത്തിന്റെ നീളുണ്ടോ എന്ന് ചോദിച്ചതിന്റെ ഒരു ചോദ്യം നിനക്ക് മനസ്സിലായ? നീ അറിവും ഉള്ള ഉണ്ണിയല്ലേ? അതായത് ഈ ഉണ്ണി എങ്ങാനും വേറെ ഉണ്ണികളായിട്ട് വല്ല ബന്ധത്തിലേർപ്പെട്ടാലോ എന്നുള്ളൊരു ചിന്ത ആ ഉണ്ണിക്ക് മനസ്സിലായ? ഞാൻ പറഞ്ഞു ഞാനായിട്ട് അത് കൊടുക്കുന്നില്ല, അത് തേടി വേറെ എവിടെയെങ്കിലും പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു സന്ദേഹം മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന കാലം കുറച്ച്. ഇതാണ് കാര്യം. നീയേ ഒരു 10 കർമ്മം പ്രവർത്തിക്കൂ, അതിന്റെ ചിത്രമൊക്കെ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞ വഴിയിലേക്ക് വരൂ. നിനക്ക് വിദ്യ തന്നേക്കാം. അതായത് നീ പഠിച്ച വിദ്യയുടെ പൂർണ്ണരൂപം കൊടുത്തു ഇടാ. മനസ്സിലായ? ഞാൻ വഴി ഉണ്ടാക്കിയിട്ട് ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്. ആ നെയ്യ് ആ ഉണ്ണിനൊന്ന് ഒഴിഞ്ഞു കൊണ്ടുവരും. നിദ്ര കൊള്ളുമ്പോൾ വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഇതിന്റെ അപ്പുറത്തെ വഴി തെളിച്ചാലും വലത്തല്ലല്ലോ ഇത്. ഇതാ അതായത് ഉണ്ണി പഠിച്ച വിദ്യയുടെ പൂർണ്ണരൂപം. എനിക്ക് കർമ്മം കിട്ടണം, അതും ആ ദേശത്ത് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അതായത് എൻ്റെ കണ്ടത്തിൽ മിന്നു കിട്ടിയ ഇന്ന നാമോത്തും ഇന്ന നക്ഷത്രക്കാരന് ഇങ്ങനെ ചില തകരാറുകളുണ്ട്. ആ തകരാറ് നീക്കി തരണം എന്ന് പറയാം. അതിനുള്ള വഴി ഞാൻ വേറെ പറഞ്ഞു. നിനക്കുന്ന വശത്തായിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ വഴി ഉണ്ടായി. വെല്ലുംവേല മാത്രം എന്നുള്ള കാര്യമില്ല. അതങ്ങോട്ട് കൊടുത്തു. അതങ്ങോട്ട് കൊടുത്തോളാനെ പറഞ്ഞു. ഇതെനിക്ക് മനസ്സിലായി. സമയം നല്ലതല്ല, സമയം നല്ലതാവുന്നേ. അതിപ്പോ ആ ഉണ്ണി പറഞ്ഞല്ലോ വന്നപ്പോ. നീ തിരിച്ചു തല്ലാറുണ്ടാ? തിരിച്ചു തല്ലാറുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. തിരിച്ചു തല്ലാറുണ്ടാ? ഇനി ഇങ്ങോട്ട് കിട്ടുന്നില്ല 1-2 കൂടുതൽ അങ്ങോട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഇങ്ങോട്ട് കിട്ടുമ്പോ അതിന്റെ അപ്പുറത്ത്, അതായത് ആ എതിരാളി ഇങ്ങോട്ട് തല്ലുന്നതിന് മുമ്പ് അങ്ങോട്ട് തല്ലിക്കും. പിന്നെ നിന്നെ തല്ലില്ല.
ഇത് ഞാനാ പറയണേ, ഞാൻ ഒരു ഉണ്ണികളോട് അങ്ങനെ പറയാറില്ല, മനസ്സിലായി? നമുക്ക് നിൽക്കുന്ന എതിരാളി അവരുടെ മുഖത്തെ ഭാവം മാറുന്നതിന് മുമ്പ് ആദ്യം അങ്ങോട്ട് തല്ലിയിരിക്കണം, മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ അതിനുള്ള ആദ്യത്തെ പടിയാണ് ഞാൻ പറഞ്ഞത്. അതായത് വചനുണ്ടായി ആ ഉണ്ണിയുടെ മുഖത്തിന്റെ ഭാവം മാറുമ്പോ അങ്ങോട്ട് ആദ്യം കയറി തല്ലിയേക്കണം, പിന്നെ തല്ലില്ല. ഇതിന് മേലെ നിന്നോട് നിന്ന് ഒരു കൺസന്താനത്തിനോടും ഞാൻ പറയാൻ പാടില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിൽക്കണം, മനസ്സിലായില്ല? എന്നാൽ ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടക്കുറവ് വയ്ക്കുന്നു. പക്ഷെ ഏത് നേരത്തും നിറം മാറാം. അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ആ ഉണ്ണിയുടെ പറയും ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞുതരാം. പുലിയാമ്പുള്ളിയുടെ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ഒരു കൊക്കടത്തിനെ കൊണ്ട് ഒരു മധു കൊണ്ടു കൊടുക്കാം. മധു ഏതായാലും കുഴപ്പമില്ല. ഉണ്ണിയുടെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കണം, അതിനാരൊക്കെ തടസ്സമുണ്ട് അവരുടെയൊക്കെ പേര് എഴുതിക്കൊള്ളും. ഇത്രേ വേണ്ടി. പുലിയാമ്പുള്ളിയുടെ കാലോട് പറഞ്ഞ് ജീവിക്കാൻ പറയാ, ഈ ഇല്ലത്തുനിന്ന് ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. കാളിയോട് ഒരു കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ മതി, അപ്പത്തെ ഇപ്പൊ പൊക്കടത്തിനൊക്കെ എഴുതി. അധികം വലിയ ചെലവില്ല, എനിക്കിതെല്ലാം പറ്റാണ്ടല്ല. അതെന്റെ മാതാവ് ഉണ്ണിനെ തല്ലിയ കുഴപ്പമില്ല, മനസ്സിലായില്ല? ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. ആയിക്കോട്ടെ. ആ തകിടുണ്ടല്ലോ കയ്യില്. പിന്നെ നമ്മുടെ ആ കേസിലൊരു ആയിരത്തില് ഞാൻ ഇവിടെ വന്നേക്ക് മുമ്പാണുള്ള കേസുണ്ടായേ. അപ്പൊ അതില് ചേട്ടൻ പുഴയിലാവുന്ന കുളിക്കാൻ പോയി. അതിനകത്ത് എഴുതി സെക്കൻഡ് വീട്ടിലകത്ത് കുളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ. ആ മൊത്തത്തിൽ അവര് അവർക്ക് അനുകൂലമായിട്ടാണ് ചെയ്തത്. നീ അതിനെ കുറിച്ച് അവകാശപ്പെടണ്ട. എൻ്റെ ഇല്ലത്ത് വന്നിട്ട് നീ പറഞ്ഞ അന്ന് തൊട്ട് ഈ നേരം വരെ നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തുടങ്ങട്ടെ, വാദം തുടങ്ങട്ടെ. അപ്പൊ പുഴയാണോ കരയാണോ കടലാണോ എന്ന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. നമ്മുടെ ഈ കേസിൽ വന്നതിലൊക്കെ എടുക്കാനായിട്ട് ഇപ്പോഴത്തെ കേസിൽ വന്നപ്പോഴത്തേക്കും നമ്മളില്ലാത്ത സമയത്തൊക്കെ വന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ വില്ലേജുകാര്. അപ്പൊ നമ്മൾക്കതറിയില്ല, അന്ന് അബദ്ധവശാല നമ്മളുണ്ടായേ. എന്നാലും അത് കുറച്ച് സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അനുകൂലമായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നീ പൊക്കോ, അത് പൈസ കൊടുക്കണ്ടാവില്ല. അവർക്ക് പോലീസുകാരും വില്ലേജുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ആവട്ടെ. കാരണം അവന്റെ വഴി അവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടേക്കാ. അതൊക്കെ ആവട്ടെ. നിന്റെ കടലാസുണ്ടിലുള്ള മണ്ണ് മാറ്റാൻ പറ്റൂ? രേഖ മാറ്റാൻ പറ്റൂ? ഇല്ല. അവിടെ അല്ല, ഇപ്പൊ ആ സ്ഥലം കൂടാക്കുണ്ട്. അതിന്റെ അപ്പുറത്ത് വലിയൊരു സ്ഥലമുണ്ട്, മനസ്സിലായില്ല?
ആ അത് അവര് അന്ന് ആദ്യത്തില് തന്നെ തിരുത്തിയെടുത്തേക്കുന്നതാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നീ പറഞ്ഞ ആ അധികാരി മാത്രല്ല, അതിന് മുകളില് ഏറ്റവും വലിയ അധികാരി ഉണ്ട്. അതായത് ഈ മണ്ണൊക്കെ പതിച്ച് രേഖാമൂലം എഴുതി ഒപ്പുവെച്ച് കൊടുക്കുന്ന അധികാരി ഉണ്ട്. അത് കൂടാക്കേണ്ട ഒരു ദേശത്തിന്റെ അധികാരിന്റെ ഒരു അധികാരി ഉണ്ട്. അങ്ങേരുടെ തിരുമുമ്പിൽ ഇത് ചെന്നാലേ ഇതൊക്കെ അടിയുന്ന തൊട്ട് മാന്തേണ്ടി വരും. നീ പൊക്കും. അതല്ലേ പറഞ്ഞു, ഈ അധികാരി ഉണ്ണില്ലാത്ത സമയത്ത് നിന്റെ അടുത്ത് വന്നിട്ട് അത് തിരിച്ചെഴുതി കുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ മുകളിലേക്ക് പൊക്കോ. എനിക്ക് എൻ്റെ മണ്ണിന്റെ അധികാരത്തിലുള്ള മണ്ണ് മാത്രം മതി എന്ന് നീ പറഞ്ഞു. ഞാൻ തീർപ്പുണ്ടാക്കി തരാന്ന്. അപ്പൊ ഇവര് കുറിച്ചതും നിന്റെ രേഖയിലുള്ളതായിട്ട് വ്യത്യാസം വന്നപ്പോ ആർക്കാ തെറ്റ്? നിന്റെ കടലാസുണ്ടിൽ നിനക്ക് പതിച്ച് കിട്ടിയത് മാറ്റാൻ പറ്റൂ? അത് അവിടെ കെടുക്കണുണ്ട്. കാര്യം പറഞ്ഞിട്ട് അവൻ വന്ന കാര്യം പറഞ്ഞപ്പോ അവനോട് പറഞ്ഞു പിന്നാവട്ടെ എന്ന് പറഞ്ഞു. അവൻ മറ്റു പറഞ്ഞു. അവൻ ഞാൻ പറഞ്ഞില്ല വൈറ്റിലേല് രജിസ്റ്ററായിട്ടാ പോണെ. അവന് 10,000 രൂപ കിട്ടുന്നുള്ളൂ. വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി സ്വാമി വിചാരിച്ചാലേ വരുള്ളത്. അതെങ്ങനെ ശരിയാവാ? ഞാൻ അങ്ങനെയല്ല, ഞാൻ തല്ലിക്കൊണ്ടിരേണ്ട വരും. അത് മതിയാ. ഞാൻ തല്ലിക്കൊണ്ടിരേണ്ട വരും. അത് മതി. ഒന്ന് സ്വാമിയായിട്ട് കൊണ്ടുവരുമ്പോഴേ സ്വാമി ഉപദ്രവിച്ച് കൊണ്ടുവരുന്നത് അത് വേണ്ട. ചേച്ചിന് മര്യാദ പറഞ്ഞാൽ ആള് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തല്ലാൻ വരുന്നു പറഞ്ഞു. പോത്താങ്കോലും കൊണ്ട് നീ അത് പറഞ്ഞാൽ മതി. അപ്പൊ വന്നോളൂ. അതെന്നെ പറഞ്ഞു. നീ പറഞ്ഞോ ഈ ഒരു കേസൊക്കെ ഇങ്ങനെ വന്ന കാരണം പുള്ളിക്ക് മാനസികമായിട്ട് കുറെ ഞാൻ പറയണത് നീയേ ചാത്തൻ പറഞ്ഞു നിന്നൊന്ന് കാണണമെന്ന്. ഇല്ലെങ്കിൽ അങ്ങേരെ നിന്റെ അടുത്തേക്ക് പോത്താങ്കോലും കൊണ്ടുവരും. നിന്നെ തല്ലാൻ ഏതാ വേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ എന്ത് കാര്യം ഉണ്ടാവും? അതിനൊക്കെ അങ്ങേര് ഒരു നിശ്ചയാക്കും. അപ്പൊ അതിന് വേണോ ഇത് വേണോ എന്ന് ചോദിക്കാം. മനസ്സിലായില്ല? അടുത്താള് ഒരു നീ ആരുടെ ചോദിച്ചിരുന്നു വെച്ചാൽ അവരുടെ പേര് എനിക്ക് തരാൻ കൊണ്ടുവന്നില്ല. ഓപ്പറേഷൻ ഞാനായിട്ടേ 30 വെള്ളിയല്ലേ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നീ പറഞ്ഞു 15 വെച്ച് ചോദിച്ചോ. 30 വെച്ച് ചോദിക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞില്ല 2-3 ഉണ്ണികളെ തരപ്പെടുത്തിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. അവരോട് വേവലാതിയുള്ള കാര്യമൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നീ എന്നെ ഇട്ടിട്ട് ഞാൻ തരാന്ന്. ഇതിൽ 5 വലത്ത് പറ്റുമോ? എന്നിട്ട് നീ ആവശ്യം പറഞ്ഞ് അതിനകത്തിട്ടോ എൻ്റെ കുത്തിക്കൽപ്പത്തിൽ നീ ഇറങ്ങിക്കോ. ഞാൻ തരപ്പെടുത്തി തരാം. ദുഃഖം അതെ. ആ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് 30 വെള്ളിയാണോ? ആ 30 വെള്ളി അവിടെ കൊടുക്കണം. അതിൽ നിന്ന് പിന്നെ ഞാൻ 5 വെള്ളി വാങ്ങിച്ച് 25 വെള്ളിയല്ലേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലാന്ന്. പിന്നെന്തിനാ ഞാൻ ചോദിക്കാത്ത കാര്യം തന്നെ നീ പറയണ? ഞാൻ വെള്ളി എന്തോരം കിട്ടിയാലും വേണ്ടാന്ന് പറഞ്ഞതല്ല. ഞാൻ നിന്നോട് നിന്റെ കാര്യം നടക്കാനാണ് ഞാൻ പറഞ്ഞത്. നീ 2-3 ഉണ്ണികളോട് ചോദിച്ചു. ചോദിക്കുന്ന ഉണ്ണികളുടെ പേര് മനസ്സിൽ സങ്കല്പിച്ചോ, എന്നെ സങ്കല്പിച്ചു. അല്ലെങ്കിൽ എൻ്റെ അധികാരിയോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ണിയോട് ചോദിച്ചിട്ടുണ്ട്, ആ ഉണ്ണി നോക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന ദിവസം പറയാന്നാ പറഞ്ഞേക്കണം. അപ്പൊ അതൊന്ന് തരപ്പെടുത്തി തരാൻ പറയാം. 5 ഉണ്ണിയുടെ അടുത്ത് ചോദിച്ചാൽ 3 ഉണ്ണി നിനക്ക് തരും. മനസ്സിലാവണ്ട? അതിന്ന് 1 വെള്ളി എനിക്ക് വേണ്ട. നീ വരുമ്പോ ഒരു മധു വാങ്ങിച്ചിട്ട് വന്നാൽ മതി. മതിയാ? ഇതിന്റെ അപ്പുറത്ത് നിന്നോട് ഞാൻ എന്താ അങ്ങോട്ട് തിരിച്ചു പറയണ്ടേ? അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. മനസ്സിലാവണ്ട? നിന്റെ സമയം നല്ലതാ ഉണ്ണി. 2 പേരുടെ കുഴപ്പമൊന്നുമില്ല. ഇതിനെ കുറിച്ചാ ചിന്ത. അതായത് ഈ ഇതിൽ വന്ന കട ആര് തീർക്കും? പിന്നെന്താ പേടി? അത് ആദ്യം കളാ. ഞാൻ നിങ്ങൾക്ക് രക്ഷകനായിട്ടുണ്ടെന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. നീ ഭവനത്തിലെ 2 നേരം വെള്ളി ഒഴിഞ്ഞിട്ട് നീ ഇറങ്ങിക്കോ. എൻ്റെ ഭവനത്തിൽ നീ കാവലിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചേക്കണം. നീ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനൊത്ത തീർപ്പ് ഞാൻ ഉണ്ടാക്കി തരും. അത്ര വേണ്ടാത്ത ചിന്ത കേൾക്കണം. 2 നേരം വെള്ളിട്ട് വെച്ചു. ചിത്തിര നക്ഷത്രം അല്ലേ? അനിൽകുമാർ ചിത്തിര. എല്ലാ അമാവാസ്യത്തിൻ്റെ നിങ്ങളുടെ പേരിൽ കർമ്മമുണ്ട്. അതിന് വന്നോളൂ. എല്ലാ അമാവാസ്യത്തിനും അടുത്ത് വരുന്ന ശിവന്റെ ക്ഷേത്രത്തിലേ ശിവന്റെ ക്ഷേത്രത്തിൽ ആരാ മുന്നോട്ട് അപ്പോൾ മുടങ്ങാണ്ട് ചെയ്തോ കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല.
അതിനെന്താ കുഴപ്പം? മുൻകാലത്ത് എങ്ങനെയായിരുന്നു നിന്റെ ആലയത്തില് ഉള്ള വില്ലും വേലക്കാരൻ? എങ്ങനെയാ? മണിമാളികയിലല്ല അത് പ്രവർത്തിച്ചിരുന്നാണാ? ഇപ്പൊ ഇങ്ങനെ പുറത്തൊന്നും സാധനങ്ങൾ ഇടാൻ പറ്റില്ല. അപ്പൊ ഷെഡായിട്ടില്ല. അതാക്കി തരാൻ ഞാൻ, നീ പൊക്കോ. എല്ലാം അത് ഞാൻ ആക്കി തരാന്ന്, പൊക്കോ നീ. ഇതാ നിങ്ങളുടെ നമ്പർ അവിടെ എഴുതി കൊടുക്കും.